ഗൈസ്, നസ്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ മക്കൾസ്, അങ്ങനെ ഇതാണ് നമ്മൾ മുന്നിൽ തന്നെ. ഇതാ കണ്ടോ, ഇത് നമ്മുടെ മുൻഭാഗത്ത് തന്നെ ഇവിടെ നമ്മുടെ ഈ ചീരാട്ടോ ഉള്ളത്. ഇത് നമ്മൾ തോരൻ വെക്കുന്ന ഒരു തരം ചീരയാണ്. നമ്മുടെ കറിവേപ്പിലൻ്റെ പോലെ ഉണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഇത് എനിക്ക് എന്താണെന്നുള്ളത് അത്ര പിടിയില്ല ഗൈസ്. ഈ ഒരു വള്ളി പോലെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഗൈസ് ഇതും പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് ചൊറിയുന്നതിലാണോ ഒന്നും എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെയുള്ളത് മാറിപ്പോയി ഗൈസ്, നമ്മുടെ പനിക്കൂർക്കൻ്റെ ഇല എന്നൊക്കെ പറയില്ലേ, അതുണ്ട് കേട്ടോ ഗൈസ്. ഇതുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. കുറേ ഇലയൊക്കെ നമ്മൾ തന്നെ പറിച്ചിട്ട് നീര് പിഴിഞ്ഞ് കൊടുത്തതാണ് പനിക്കൂർക്കൻ്റെ ഇലൻ്റെത്. കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടാവേണ്ടതാണത്. പിന്നെ ഇത് നമ്മുടെ ചേമ്പിൻ്റെ ചെടികളാണ് ഗൈസ് ഈ കാണുന്നത്. പിന്നെ നമ്മളൊരു വീഡിയോയിൽ ഇട്ടതായിരുന്നു ഗൈസ്, ഇതൊരു തണ്ട് കുഴിച്ചതാണ്. ഇതിൻ്റെ കൊമ്പ് നമ്മളെടുത്ത് കുഴിച്ചിട്ടതാണ്. ഇതിൽ ഒന്നിൽ മാത്രം ആളില്ല ഗൈസ്, ബാക്കി എല്ലാത്തിലും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരട്ടെ, എന്നിട്ട് നന്നായിട്ട് വന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് തുളസി കാണാം. ബാക്കി നമ്മുടെ ഇതന്നെ ചേമ്പിൻ്റെ ചെടികളാണ്. ഇപ്പോൾ തൊട്ട് മുന്നിലായിട്ട് ഗൈസ് ഇതേ നമ്മുടെ ഈ മുളകിൻ്റെ ചെടിയാണ്. നമ്മളിപ്പോൾ ഇതേ പറിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ മുളക് ഉണ്ടായിരുന്നു ഗൈസ്, ഇനിയും ഉണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ചീരാമുളക് പോലത്തെ മുളകാണ് ഗൈസ്. കുറേ നമ്മളിപ്പോൾ ഇതേ പറിച്ച്. പനിക്കൂർക്കൻ്റെ ഇല ഇവിടെ ഫുള്ളായിട്ട് നിരന്നത് മാതിരിയാണ് ഗൈസ്, എല്ലാം എടുത്തുകൊണ്ട്. ഇതാണ് ഇവിടെയും പനിക്കൂർക്കൻ്റെ ഇല ഉണ്ട് കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്ത് തുളസി, ഈ ഭാഗത്ത് തുളസി കുറേ ഉണ്ട് കേട്ടോ. ഇതും പിന്നെ നമ്മൾ കറിവേപ്പിലയുടെ കൊമ്പ് കുഴിച്ചിട്ടതാണ്. ഇതിൽ നേരത്തെ ഇല വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പുഴുക്കളൊക്കെ വന്ന് തിന്നതാണ് ഗൈസ്. പിന്നെ രണ്ടാമത് വരുന്നുണ്ട്. ഇന്ന് കാണുന്നുണ്ടോ അറിയില്ല, കണ്ടോ, രണ്ടാമത് വരുന്നുണ്ട്. ഇത് നമ്മൾ അതുപോലെ ചെയ്തൊരു കറിവേപ്പില കേട്ടോ. ഇത് മാഷാഅല്ലാ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഒരു നീണ്ട ഇല മാതിരി ഗൈസ്, ഇത് എന്തിൻ്റെ ചെടിയാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇനി മറന്നു പോയതാണെന്നുള്ളതും അറിയത്തില്ല കേട്ടോ. പിന്നെ ഗൈസ് വീണ്ടും ചേമ്പിൻ്റെ ചെടികളുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ നമ്മുടെ തൊട്ടടുത്തത് ഇത് തോന്നുന്നു ഒരു വള്ളിയായിട്ടുള്ള ഒരു കർമൂസാട്ടോ. പിന്നെ ഇത് നമ്മുടെ ഊരവേദനയ്ക്കും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് അവിടെ ഒരു ചേന ഉണ്ട് കേട്ടോ, ചേനയുണ്ട്. പിന്നെയും അവിടെ ഇതായി ചേമ്പുകളൊക്കെ വളരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം എനിക്ക് പറയാനുള്ളത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ആ ലൈനാണ് ഗൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്ത ലൈൻ ഇതാണ്. ഇതിൽ ഫുള്ള് പറയാനൊന്നുമില്ല, ഫുൾ കാട് എടുക്കണ്ട് ഗൈസ്. അങ്ങനെ മുന്നേ തന്നെ ഒരു കർമൂസൻ്റെ ചെടി ഉണ്ട് കേട്ടോ. അതിലൊന്നും ആൾ ചെറുതാണ്, ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടെയും കുറച്ച് കാടുകളും ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഗൈസ് മുളകിൻ്റെ കേട്ടോ. ഇതിൽ പിന്നെ അങ്ങനെ മുളക് കാണുന്നില്ല, ഒരേ ഒരു മുളക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെ ചെറുതായിട്ടൊരു മുളക് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചീര വളരുന്നുണ്ട്. അതും ഈ പുഴുക്കളൊക്കെ ഇങ്ങനെ തിന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചൊറിയുന്ന ഇലക്കെ ഉണ്ടാവില്ലേ, അതും ഉപ്പേരി വെക്കൂട്ടോ ഗൈസ്. തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആരും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. ഞാൻ സാധനം ഏതാണെന്നുള്ളതാ, ഈ ഒരു ഇലയാണ് ഗൈസ് തോരൻ വെക്കാൻ പറ്റിയ ഇല. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. നമ്മൾ പറിക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗ ഇട്ടിട്ട് വേണം പറിക്കാൻ, അല്ലെങ്കിൽ കൈ ചൊറിയും ഗൈസ്. എന്നിട്ട് എന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊരു പ്രത്യേക തരം ചെടിയാണ് ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം. അങ്ങനെ നമ്മുടെ ഇവിടെ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മണി പ്ലാന്റ് ഉള്ളൊരു കാര്യം പറയാനുള്ളത്, ഇത് എന്താണ് ഈ മഞ്ഞ കളറൊക്കെ ആവുന്ന ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ വേഗം അത് പറിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചിലർ വിശ്വസിക്കൂല, അത് നല്ലതല്ല ഗൈസ്. അങ്ങനെ കാണുമ്പം നിങ്ങളത് പറിച്ച് കളയണം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചെടികൾ എന്ന് പറയുമ്പോൾ ഇത്രയല്ലോ കേട്ടോ. ഇനി നമുക്ക് പുതുതായിട്ട് ഓരോ ചെടികളൊക്കെ ട്രൈ ചെയ്യണം. നമ്മളിത് വീട്ടിന് മുറ്റത്ത് തന്നെ വെച്ച് നമ്മുടെ ഫിഷ് ആട്ടോ. ഇതൊക്കെ അനിയൻ്റെ ഒരു ബ്രാൻഡാണ് ഗൈസ്. മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.